ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉദയംപേരൂർ നൽകുന്ന പാഠം. സഭാനുകൂലികൾ ഒറ്റക്കെട്ട്, സത്യവിശ്വാസികൾ ഒറ്റക്കെട്ട്, സുറിയാനി സഭ ഒറ്റക്കെട്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അൽമായർ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള ഉത്തരങ്ങൾ പലപ്പോഴേ നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ ശക്തമായ ഒരു ഉത്തരം നൽകുകയാണ് ഉദയംപേരൂർ പള്ളിയിൽ ഇന്നലെ ഉണ്ടായത്. മാർപ്പാപ്പയെ അനുസരിക്കാതെ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ വന്ന ഉദയംപേരൂർ പള്ളിയിലെ വികാരിയച്ഛനെ വിശ്വാസികൾ തടഞ്ഞു. പോലീസ് വരേണ്ടി വന്നു. കത്തോലിക്ക സഭയെ, സുറിയാനി സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ എല്ലാവരും, എല്ലാ സംഘടനകളുടെ പ്രതിനിധികളും അംഗങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് ഉദയംപേരൂർ പള്ളിയിൽ ഉണ്ടായത്. ഇങ്ങനെ ചെയ്താൽ പ്രസാദഗിരി പള്ളിയിലെ സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് വിമതരും അൽമായ മുന്നേറ്റക്കാരും ഭീഷണി മുഴക്കിയിരുന്നു. അത് വകവയ്ക്കാതെ സഭയെ സ്നേഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായി, ഗ്രൂപ്പുകളോ സംഘടനകളോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വൈവിധ്യങ്ങളെല്ലാം മറന്ന് ഉദയംപേരൂരിൽ സമ്മേളിച്ചു. എന്തായിരുന്നു അവർ പറഞ്ഞത്? മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരിയച്ഛൻ ഞങ്ങൾക്ക് വേണ്ട. മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീഷ്മയിലേക്ക് പോയിരിക്കുന്ന മെത്രാപ്പോലിത്തയെ ഞങ്ങൾക്ക് വേണ്ട. മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുത്തിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലിത്തയും രാജിവെക്കുക. മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലിത്തയുടെയും വേദവിപരീതവും ശീഷ്മയും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല. ഞങ്ങൾ കർത്താവിനോടും സത്യവിശ്വാസത്തോടും മാർപ്പാപ്പയോടും ഒപ്പം. പാഷാണ്ഡതയിലും ശീഷ്മയിലുമായിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപ്പോലിത്തയും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഇല്ലിസിറ്റ് കുർബാന, നിയമാനുസൃതമല്ലാത്ത കുർബാന ഞങ്ങൾക്ക് വേണ്ട. ഉദയംപേരൂർ പള്ളിയിലെ ഇന്നലത്തെ സംഭവങ്ങൾ നമുക്കൊരു മാതൃകയാണ്. എല്ലാ പള്ളികളിലും ഇത് ആവർത്തിക്കണം. എല്ലാ ദിവസമോ എല്ലാ ഞായറാഴ്ചകളിലെങ്കിലോ ഇത് ആവർത്തിക്കണം. സഭയുടെ കുർബാന അർപ്പിക്കാതെ, അതായത് ഏകീകൃത കുർബാന അർപ്പിക്കാതെ ഒരു സമാധാനവും എറണാകുളത്ത് ഉണ്ടാകില്ല. സമാധാനമുണ്ടാകാൻ ശീഷ്മയെ ആലിംഗനം ചെയ്യണം, വേദവിപരീത്തെ ആലിംഗനം ചെയ്യണം, പാഷാണ്ഡതയെ ആലിംഗനം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മെത്രാപ്പോലിത്ത ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു പല പ്രാവശ്യം. ഒരാളെങ്കിൽ ഒരാൾ, രണ്ടാളെങ്കിൽ രണ്ടാൾ, അഞ്ചെങ്കിൽ അഞ്ച്. വികാരിച്ചിന് ചെന്ന് കാണുക. മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരിച്ച് ഞങ്ങൾക്ക് വേണ്ട. സഭയുടെ കുർബാന അർപ്പിക്കാത്ത, ഏകീകൃത കുർബാന അർപ്പിക്കാത്ത അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രം പറയുക. ബഹളൊന്നും വേണ്ട. ഈ മോശയും അഹറോനുമാണ് ഫറോവ രാജാവിനെ കാണാൻ പോയത്. പല പ്രാവശ്യം അവർ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് സംഹാരദൂതനെ അയച്ചത്. ഇത് നമുക്കൊരു മാതൃകയാണ്. നിങ്ങൾ മോശയും അഹറോനെ പോലെ രണ്ടുപേര് ഈ വിമത വൈദികരെ കണ്ട് കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയുക. ബഹളം വേണ്ട, കാര്യം പറയുക, ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവിന് വിടുക. അപ്പൊ ചിലർ ചോദിക്കും, താൻ പറഞ്ഞ വല്ല കാര്യവും, മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞ വല്ല കാര്യവും നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതേ നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നടപ്പാക്കാൻ കൂട്ടാക്കാത്തവരെ വത്തിക്കൻ വെപ്പിച്ചിട്ടുണ്ട്, വെപ്പിക്കും. ഇതെന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. കർത്താവിൻ്റെ ഹിതമാണ്, കർത്താവിൻ്റെ സ്വരമാണ് എന്നിലൂടെ പുറത്തു വരുന്നത് എന്നതുകൊണ്ട് മാത്രമാണിത്. കർത്താവിൻ്റെ ഹിതമാണിത്. കർത്താവിൻ്റെ ഹിതം എന്നിലൂടെ വെളിപ്പെടുന്നു. ഞാൻ ഒരു വെറും ഉപകരണമായി, ദൈവത്തിൻ്റെ സ്വരം മാത്രമായി പ്രവർത്തിക്കുന്നു. അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയെ അനുസരിക്കാത്ത, ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ഒരൊറ്റ വൈദികനും നിലനിൽക്കുകയില്ല. എഴുതി വെച്ചോ. ഇനി അതിനെ ഈ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടോ മാർപ്പാപ്പയ്ക്ക് എതിരായി നിന്നുകൊണ്ടോ ഒരു മെത്രാപ്പോലിത്തയും ഒരു മേജർ ആർച്ച് ബിഷപ്പും വാഴില്ല. അച്ചട്ടാണത്. എഴുതി വയ്ക്കാം. എൻ്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.